വോട്ടെടുപ്പ് കഴിഞ്ഞു. ഫലം വരാനിരിക്കുന്നതേയുള്ളൂ. ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതിനു മുമ്പ് തന്നെ കോൺഗ്രസിൽ തമ്മിലടി ആരംഭിച്ചിട്ടുണ്ട്. UDF-ൽ അതിൻ്റെ പ്രതിഫലനം കാണാനും കഴിയുന്നുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റി നിർത്തിയിരുന്നു. അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല. മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. കാരണം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കണ്ണൂരിൽ മത്സരിക്കുന്നില്ല, KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് കെ സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ കണ്ണൂരിൽ കെ സുധാകരനല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയില്ല. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കണം, എങ്കിലേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. 20-ൽ 20 കോൺഗ്രസിന്റെ ലക്ഷ്യം, UDF-ന്റെ ലക്ഷ്യം. അതുകൊണ്ട് കെ സുധാകരൻ അവിടെ മത്സരിക്കണം എന്ന് വാശി പിടിച്ച് അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിച്ചു VD സതീശനും KC വേണുഗോപാലും. സ്വാഭാവികമായും കെ സുധാകരൻ അവിടെ ഒതുങ്ങി. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറി M ഹസന് ആക്ടിംഗ് പ്രസിഡന്റിന്റെ ചുമതല നൽകുകയും ചെയ്തു. വോട്ടെടുപ്പ് കഴിഞ്ഞു. സ്വാഭാവികമായും എന്ത് ചെയ്യണം? ആക്ടിംഗ് പ്രസിഡന്റ് മാറി KPCC പ്രസിഡന്റായി കെ സുധാകരനെ കൊണ്ടുവരണം. കെ സുധാകരനെ വീണ്ടും KPCC പ്രസിഡന്റാക്കാൻ VD സതീശന് താല്പര്യമില്ല, KC വേണുഗോപാലിനും താല്പര്യമില്ല. ആക്ടിംഗ് പ്രസിഡന്റായി M ഹസൻ തുടരട്ടെ എന്നാണ് ഇപ്പോഴത്തെ നിലപാട്. റിസൾട്ട് വരുന്നത് വരെ അത് തുടരട്ടെ, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് കോൺഗ്രസ് നേതൃത്വം, എന്ന് വെച്ചാൽ VD സതീശനും KC വേണുഗോപാലും തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഉഭയകക്ഷി ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നു. എന്നാൽ അത് കഴിയില്ല. 4-ാം തീയതിയാണ് അവലോകന യോഗം നടക്കുന്നത്, KPCC നേതൃയോഗം നടക്കുന്നത്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകണം എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്നു കെ സുധാകരൻ. അതിന് പിന്തുണയുമായി രമേശ് ചെന്നിത്തലയും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ്? കെ സുധാകരനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. അതിനിടയിലാണ് LDF-ന്റെ 12 സീറ്റ് കിട്ടും എന്ന വിലയിരുത്തൽ വന്നിരിക്കുന്നത്. CPIM-ന്റെ വിലയിരുത്തൽ അത് അങ്ങനെ തള്ളിക്കളയാനും കഴിയില്ല. അത് കൃത്യമായ കാരണങ്ങളുണ്ട്. മുസ്ലിം ന്യൂനപക്ഷം കഴിഞ്ഞ തവണത്തെ പോലെ UDF-നോടൊപ്പമല്ല. അതിലൊരു വിഭാഗം LDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞു. സംസ്ഥാനത്ത് ആകെ പോളിംഗ് കുറഞ്ഞു. ആ പോളിംഗ് കുറഞ്ഞത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് UDF-നെയാണ്, കോൺഗ്രസിനെയാണ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് പോളിംഗ് കുറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 12 സീറ്റ് വരെ ജയിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലിൽ CPM എത്തിയിരിക്കുന്നു. അത് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കുമെന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും തോൽവിയാണ് എങ്കിൽ ഇപ്പോഴൊന്നും പറയുന്നില്ല, നമ്പർ പറയുന്നില്ല, റിസൾട്ട് വരട്ടെ, മികച്ച വിജയം നേടുമെന്നാണ് CPIM നേതാക്കൾ പറയാറുള്ളത്, വാർത്താ സമ്മേളനം വിളിച്ച് പറയാറുള്ളത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കും എന്ന് പറഞ്ഞു. ഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ 10 സീറ്റിന് മുകളിൽ വിജയ പ്രതീക്ഷയുണ്ട് CPIM-ന്. അതിൽ കൂടുതലുണ്ട്. CPM കണക്കാക്കുന്നത്, പരസ്യമായി പറഞ്ഞിരിക്കുന്നത് 12 സീറ്റാണ്. 12 സീറ്റല്ല, 14 സീറ്റുകളിൽ വിജയിക്കും. അത് 16 വരെയാകാം എന്ന കണക്കാണ് CPIM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് മണ്ഡലങ്ങളിൽ നിന്ന്, ബൂത്തുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അതെല്ലാം പരമാവധി വെട്ടി ചുരുക്കി 12 സീറ്റ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു CPIM. ഇത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്. 20 സീറ്റ് ജയിക്കുമെന്നാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. 2020 അതായിരുന്നു കോൺഗ്രസിന്റെ മുദ്രാവാക്യം. അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ആ പ്രതീക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ അലയൊടുകയാണ്. അത് സർക്കാരിനെതിരായ വോട്ടായി മാറും, അത് UDF-ന് അനുകൂലമാകും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലാണ് UDF നടത്തിയിരുന്നത്. എന്നാൽ മെല്ലെ മെല്ലെ ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ മാറി മറിയുകയും LDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെടുകയും ചെയ്തു എന്നതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. അതിൽ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേപോലെ സർക്കാർ വിരുദ്ധ വികാരം അത്ര അലയടിച്ചില്ല. അതോടൊപ്പം തന്നെയാണ് പോളിംഗിൻ്റെ കുറവ് LDF-ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് 20 സീറ്റ് എന്ന നിലയിലേക്ക് CPM എത്തുകയും ആ പ്രഖ്യാപനം UDF-ൽ ആശങ്ക പടർത്തുകയും ചെയ്തത്. UDF-ൽ മുഴുവൻ ആശങ്ക പടർത്തിയിട്ടുണ്ട് എങ്കിലും അതിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണ് UDF-ന്റെ ഇലക്ഷൻ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത്? VD സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ്. KPCC പ്രസിഡന്റായ കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിച്ച് അദ്ദേഹത്തെ കണ്ണൂരിൽ ഒതുക്കി, അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ആക്ടിംഗ് പ്രസിഡന്റായി M ഹസൻ ചുമതല കൊടുത്ത് M ഹസന് മുകളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതിന് എല്ലാവിധ സഹായം നൽകിയത് KC വേണുഗോപാലാണ്. സ്വാഭാവികമായും ഇവിടെ ഒരു വമ്പൻ പരാജയമുണ്ടായാൽ
ഒരു 10 സീറ്റിൽ നിന്ന് താഴോട്ട് പോയാൽ ഭൂരിപക്ഷം സീറ്റുകൾ UDF നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ തോതിലുള്ള തിരിച്ചടി പ്രതിപക്ഷ നേതാവിനുണ്ടാകും. പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയ്ക്ക് തന്നെ അത് ദോഷകരമായി ബാധിക്കും. ആ കസേര തെറിക്കാൻ പോലും സാധ്യതയുണ്ട്. കാരണം ആ കസേരയ്ക്ക് നോട്ടമിട്ട് രമേശ് ചെന്നിത്തല ഇവിടെ മാറി നിൽക്കുന്നുണ്ട്. അദ്ദേഹം കിട്ടുന്ന ഓരോ അവസരവും ഉപയോഗിക്കും. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് സ്ഥാനം തനിക്ക് തിരിച്ചു നൽകണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യത്തോട് മുഖം തിരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും KC വേണുഗോപാലും നിന്നപ്പോൾ അതല്ല, തിരിച്ചു കൊടുക്കേണ്ടതാണ്, അത് തീരുമാനമാണ് എന്ന് പറഞ്ഞ് KPCC പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന് തിരിച്ചു കൊടുക്കണമെന്ന ആവശ്യവുമായി രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങിയത്. അത് ചെറിയ കാര്യമല്ല. രമേശ് ചെന്നിത്തലയും കെ സുധാകരനും തമ്മിൽ ഒരു കൂറുമുന്നണി ഉണ്ടാക്കുന്നു. ആ കൂറുമുന്നണിയുടെ ലക്ഷ്യം എന്താണ്? VD സതീശനാണ്. എങ്ങാനും തെരഞ്ഞെടുപ്പിൽ ഒരു വൻ തിരിച്ചടി നേരിടുകയാണെങ്കിൽ VD സതീശന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അത് ഭീഷണിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ശേഷം പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം 2 ബൈ ഇലക്ഷനുകൾ നടന്നു. ഒന്ന് പുതുപ്പള്ളിയും മറ്റൊന്ന് തൃക്കാക്കരയും. ഈ 2 മണ്ഡലങ്ങളിലും നല്ല വിജയമാണ് UDF നേടിയത്. UDF നേതാക്കൾ പോലും വിശ്വസിക്കാത്ത വിജയം. ആ വിജയം ഉണ്ടാകാനുള്ള കാരണം സർക്കാരിനെതിരെ അത്രയും വികാരമുണ്ട് എന്നതുകൊണ്ടാണ് എന്നാണ് UDF കണക്കൂട്ടുകയും അത് തൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് VD സതീശൻ ആവർത്തിച്ച് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ 2 ഇലക്ഷനുകളും നേതൃത്വം കൊടുത്തത് VD സതീശനും കെ സുധാകരനുമാണ്. പക്ഷേ കെ സുധാകരനെ അപ്രസക്തനാക്കി ഇതിൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ VD സതീശൻ നല്ല ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. അതിൽ അതൃപ്തിയുണ്ട് കെ സുധാകരനും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും. ആ അതൃപ്തി പുതുപ്പള്ളി ഇലക്ഷന് ശേഷം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ കണ്ടതും ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആ അതൃപ്തി എത്രമാത്രമുണ്ട് എന്നത് പിന്നീട് അത് പരിഹരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. എങ്കിലും രണ്ടുപേരും അത്ര സ്വരച്ചേർച്ചയിലല്ല മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിച്ച് അവിടത്തേക്ക് ഒതുക്കി നിർത്തി ഈ കേരളത്തിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ മുഴുവൻ ചുമതല VD സതീശൻ ഏറ്റെടുത്തത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പരാജയം നേട്ടാൽ ആരായിരിക്കും കുറ്റക്കാരൻ? VD സതീശനായിരിക്കും. ആ പരാജയത്തിനുള്ള കാരണം അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരും. അത് എൻ്റെ പരാജയമാണ് എന്ന് അദ്ദേഹം പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ അങ്ങനെയുള്ള ഒരാൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരികയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. കോൺഗ്രസിനകത്ത് അടി നടക്കാൻ, തമ്മിലടി നടക്കാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, KPCC പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരനെ തിരിച്ചു കൊടുക്കുമോ എന്ന്. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കെ സുധാകരൻ കോൺഗ്രസിനകത്ത് വലിയ കലാപമുണ്ടാക്കും. അതിന് രമേശ് ചെന്നിത്തല പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വരും. മറ്റൊന്ന്, ഭൂരിപക്ഷം സീറ്റുകളിൽ കോൺഗ്രസ് UDF ജയിച്ചില്ല എങ്കിൽ അതിൻ്റെ കുറ്റം മുഴുവൻ ചെന്നെത്തുക VD സതീശനിലേക്കായിരിക്കും. അത് VD സതീശന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗ്യതയെ പോലും ചോദ്യം ചെയ്യും. അതിന് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ഈ കുറ്റം മുഴുവൻ VD സതീശൻ്റെതാണ് എന്ന് സ്ഥാപിച്ചെടുത്ത് അദ്ദേഹത്തിനെ കസേര തെറിപ്പിക്കാൻ, ആ കസേരയിലേക്ക് ഒന്ന് കയറിയിരിക്കാൻ കാത്തിരിപ്പുണ്ട് രമേശ് ചെന്നിത്തല. സ്വാഭാവികമായും രമേശ് ചെന്നിത്തല അതിനുള്ള നീക്കങ്ങൾ കോൺഗ്രസിനകത്ത് നടത്തും. ആ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഏതായാലും കോൺഗ്രസിനകത്ത് UDFനകത്ത് വലിയ ആശങ്ക ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ആശങ്കയ്ക്ക് കാരണം പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞതാണ്. പോളിംഗ് ശതമാനം ഇടിഞ്ഞാൽ അത് LDFന് ആണ് അനുകൂലമാവുക എന്നതാണ് കഴിഞ്ഞ 1984 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് UDF ക്യാമ്പിൽ ആശങ്ക ഉള്ളത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ദേശീയാടിസ്ഥാനത്തിലും കേരളത്തിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട് എന്നും അത് UDFനും കോൺഗ്രസിനും അനുകൂലമാകുമെന്നും വിശ്വസിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. ഏതായാലും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ VD സതീശന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുമോ ഇല്ലയോ എന്നറിയേണ്ടതുള്ളൂ. അതിനു മുമ്പ് തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി അടി നടക്കുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നേക്കുമായി കെ സുധാകരനെ മാറ്റി നിർത്താൻ VD സതീശനും കൂട്ടരും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതിന് KC വേണുഗോപാലിന്റെ പിന്തുണയുണ്ട്. എന്നാൽ തിരിച്ചു നൽകിയേ തീരൂ എന്ന നിലപാടിലേക്ക് കെ സുധാകരൻ വരുന്നു. കെ സുധാകരനെ പിന്തുണയുമായി രമേശ് ചെന്നിത്തല വരുന്നു. സ്വാഭാവികമായും 2 ഗ്രൂപ്പായി തിരിഞ്ഞ് KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയുള്ള അടി ഇപ്പോൾ ആരംഭിക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞു. റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കൂ എന്ന നിർദ്ദേശമാണ് കെ സുധാകരന് ലഭിച്ചത് എന്നാണ് അറിയുന്നത്. കെ സുധാകരൻ അതിന് വഴങ്ങാൻ സാധ്യതയില്ല. അദ്ദേഹം യോഗത്തിലേ പങ്കെടുക്കുന്നില്ല എന്ന നിലവിലേക്ക് പോലും എത്തിയിരിക്കുന്നു എന്ന സൂചനകളും വരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം മാറി നിൽക്കുകയാണ് എന്ന വാർത്ത ബോധപൂർവം പ്രചരിപ്പിക്കാൻ ഇപ്പോൾ
വി.ഡി. സതീശനും കൂട്ടരും ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നതും കോൺഗ്രസിനകത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഏതായാലും റിസൾട്ട് വന്നാൽ അത് UDF-ന് എതിരായാൽ അത് വലിയ പൊട്ടിത്തെറി UDF-നകത്ത് ഉണ്ടാകും എന്ന കാര്യം സംശയമേ ഇല്ല. അതിനു മുമ്പ് തന്നെ കോൺഗ്രസിനകത്ത് KPCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തമ്മിലടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.